കാസർഗോഡ് ഉദുമ പള്ളിക്കര പഞ്ചായത്തിൽ കാർഷിക സംസ്കാരത്തിന്റെ അടയാളം ഉറപ്പിച്ച് ഇത്തവണയും പുലരി നാട്ടി കാർഷികോത്സവം സംഘടിപ്പിച്ചു. കാർഷികോത്സവത്തിന്റെ 10ാമത് വർഷത്തിൽ തരിശു കിടന്ന 10 ഏക്കർ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. പള്ളിക്കര കാർഷിക പാഠശാലയാണ് നാട്ടി ഉത്സവം സംഘടിപ്പിച്ചത്. നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ അവശേഷിക്കുന്ന അടയാളങ്ങളാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള നെൽവയലുകൾ. പണ്ട് സമൃദ്ധമായി നെൽകൃഷി നടന്നിരുന്ന നെൽപ്പാടങ്ങൾ പലതും വർഷങ്ങളായി കൃഷിയിറക്കാതെ തരിശായി കിടപ്പാണ്. നെൽകൃഷിയുടെ ലാഭക്കുറവും കൃഷിയിറക്കാനുള്ള ഭാരിച്ച സാമ്പത്തിക ചെലവുകളും കർഷകരെ ഇതിൽ നിന്ന് പിന്നോട്ട് അടിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഒരു കാർഷിക ബോധവൽക്കരണ പരിപാടി എന്ന നിലയിൽ ഒരു പതിറ്റാണ്ട് മുൻപ് പുലരി നാട്ടുകാർഷികോത്സവം ആരംഭിച്ചത്. പുതുതലമുറയെയും വിദ്യാർത്ഥികളെയും കൃഷിപ്പാടങ്ങളിലേക്ക് എത്തിക്കുകയും നെൽകൃഷി പരിപാലനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പരിചയപ്പെടുത്തുകയുമായിരുന്നു ലക്ഷ്യം. 10 വർഷം പിന്നിടുമ്പോൾ അത് ഏറെ വിജയം കണ്ടു. എല്ലാ വർഷവും നിരവധി വിദ്യാർത്ഥികളാണ് നെൽപ്പാടത്ത് ഞാറ് നടാൻ ഉത്സാഹത്തോടെ എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നാട്ടി നടത്തുകയാണ്. ഇത് 10ാമത്തെ നാട്ടിയാണ്. കാസർഗോഡ് ജില്ലയിലെ 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ ഇതിൽ നാട്ടിൽ പങ്കാളികളാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഈ നാട്ടി ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കുട്ടികളെ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ്. 10 ഏക്കറിലാണ് പുലരിയുടെ നാട്ടുകാർഷികോത്സവം ഇത്തവണ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള മത്സരങ്ങളും നെൽപ്പാടത്ത് സംഘടിപ്പിച്ചിരുന്നു. ക്ലാസ് മുറികളിൽ നിന്നും നെൽവയലിന്റെ വിശാലതയിലേക്ക് എത്തിയ കുട്ടികൾക്ക് ആഹ്ലാദവും അമ്പരപ്പും അടക്കാനായില്ല. ഒക്കെ നല്ല പാങ്ങുണ്ടായിന്. വള്ളത്തില് കളിക്കല് എന്തെല്ലാം ഉണ്ടായിന്. മീൻ പിടിക്കല് മീൻ കിട്ടി വന്നിട്ട് നല്ല പാങ്ങുണ്ട്. ചളി കളിച്ച് കുളിക്കാനോ ഞാനും സഹായിച്ചും ചെയ്യുന്നു. സൂപ്പർ. ഉദുമ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതികളുടെ സഹകരണത്തോടെയാണ് അരവത്ത് മുക്കുണ്ടുവയലിൽ വെച്ച് നാട്ടി കാർഷിക പാഠശാലയുടെ ഉദ്ഘാടനവും പുലരി വിത്താൾ പുരസ്കാര വിതരണവും നടത്തിയത്. പരിസ്ഥിതി മേഖലയിൽ മികച്ച ഇടപെടലുകൾ നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർക്ക് പുലരിയുടെ ഹരിതശ്രീ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് മലയാളം, കാസർഗോഡ്.